നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് വീടിൻ്റെ പുറകുവശത്തായിട്ട് ഒരു ഇരുമ്പ് ദണ്ട് അടിച്ചു താത്തി വച്ചത് നമ്മൾ വളരെ കൗതുകത്തോടെ നോക്കി നിന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നത്തെ ആ ഒരു കൗതുകം നമുക്ക് സഹിക്ക വയ്യാതെ നമ്മൾ ആ ഇരുമ്പ് ദണ്ടിൻ്റെ മുകളിലേക്ക് വെള്ളം ഒഴിച്ചതും മണൽ വാരി പൊത്തിയതൊക്കെ എന്തായാലും നിങ്ങൾ കുട്ടിക്കാലത്ത് ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടുകാർ നമ്മളോട് വന്ന് പറയുന്ന ഒരു സ്ഥിരം ഡയലോഗുണ്ട്, അതുവരെ തൊട്ടുപോയേക്കരുത്, കറണ്ട് അടിച്ച് ചത്തുപോകും, നമ്മുടെ വീട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതെന്ന് പറയും. അപ്പോൾ നമ്മൾ ചോദിക്കും, എന്താ ഇതിന് ഇത്ര പ്രത്യേകത, അല്ലെങ്കിൽ ഇതെന്തിനാ ഇങ്ങനെ ചെയ്തേക്കുന്നതെന്ന് ചോദിക്കുമ്പം എന്ന് പറയും, വീട്ടിലെ സകലമാന പ്രശ്നങ്ങളും ഇലക്ട്രിക്കലായിട്ടുള്ള പ്രശ്നങ്ങളുടെ എല്ലാം വന്ന് അവസാനിക്കുന്ന ഈ ഒരു പോയിന്റിലാണ്. അത് കേൾക്കുമ്പോൾ നമ്മൾ വളരെ ജിജ്ഞാസയോടെ ആകാംക്ഷയോടെ നമ്മൾ വീണ്ടും ഇങ്ങനെ അതിന്മേ തന്നെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ആരെയും പറ്റിയല്ല, നമ്മുടെ സ്വന്തം എർത്തിങ് സിസ്റ്റത്തെ പറ്റിയാണ്. അന്ന് ആ ഒരു മാന്ത്രിക ദണ്ടിനെ നോക്കി നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും, എന്തിനു പറയും, ഒരു കൊച്ചു കുട്ടിക്ക് പോലും അറിയാം എർത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത്. എന്നാൽ കാലഘട്ടമൊക്കെ ഇത്ര മുന്നോട്ട് പോയെങ്കിൽ കൂടി നമ്മുടെ മനസ്സിൽ അന്ന് നമ്മൾ ഒളിപ്പിച്ച് വെച്ച ചില സംശയങ്ങൾ എന്തായാലും എനിക്കും നിങ്ങൾക്കും എല്ലാം കാണും. അത് ചില വിചിത്രമായിട്ടുള്ള സംശയങ്ങളായിരിക്കും, പക്ഷേ അതിനുള്ള ഉത്തരം സാധാരണ നിങ്ങൾ ഒരു സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ ഇതിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു ഇലക്ട്രീഷ്യനോട് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ആൻസർ കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു വീഡിയോ ഇന്നിവിടെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്, നമ്മൾ വീട്ടിൽ സാധാരണഗതിയിൽ മണ്ണിലാണ് എർത്ത് ചെയ്യാറുള്ളത്. എർത്ത് കമ്പി അടിച്ച് താത്തി കോപ്പർ വയർ ഇട്ട് ചെയ്യുന്നു. ഇതിന് പകരം കിണറ്റിൽ എർത്ത് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇങ്ങനൊരു സംശയം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? കിണർ വെള്ളം നല്ലൊരു കണ്ടക്ടറാണ്. അപ്പോൾ അങ്ങനെ ഒരു വെള്ളത്തിലോ അല്ലെങ്കിൽ ജലാശയത്തിലോ എർത്ത് ചെയ്താൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ ഈ ലോകത്തുള്ള എല്ലാ ട്രാൻസ്ഫോമറിൻ്റെയും എർത്ത് ലൈൻ വിച്ഛേദിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫേസെ തൊട്ടാൽ കറണ്ട് അടിക്കുമോ? ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടായിരിക്കും. ഇനി അതല്ല, നമ്മൾ ഷോക്ക് അടിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഫേസ് ലൈനിൽ നിന്നുള്ള കറണ്ട് ഫ്ലോ നമ്മുടെ എർത്തിലൂടെ, അതായത് നമ്മുടെ ശരീരത്തിലൂടെ ഇറങ്ങി ഗ്രൗണ്ടിലൂടെ പോയി ട്രാൻസ്ഫോമറിൻ്റെ ന്യൂട്രലിൽ വന്ന് അവസാനിക്കുമോ? ഇങ്ങനെയൊരു സംശയം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നമ്മളൊരു ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ അതിലേതാണ് ഫേസ്, ഏതാണ് ന്യൂട്രൽ, അതെങ്ങനെ അതിൻ്റെ തുടക്കത്തിൽ നമുക്ക് പറയാൻ പറ്റും? ഇനി ഇൻ കേസ് നമ്മൾ ഫേസ് എർത്ത് ചെയ്താൽ ന്യൂട്രലിൽ നിന്ന് ഷോക്ക് അടിക്കുമോ? 4, നമ്മൾ AC സിസ്റ്റം എർത്ത് ചെയ്യുന്ന പോലെ തന്നെ DC സിസ്റ്റം, നമ്മുടെ ബാറ്ററി സിസ്റ്റം എർത്ത് ചെയ്താൽ എന്ത് സംഭവിക്കും? അതിന് പോസിറ്റീവ് എർത്ത് ചെയ്താൽ എന്ത് സംഭവിക്കും? നെഗറ്റീവ് എർത്ത് ചെയ്താൽ എന്ത് സംഭവിക്കും? 5, ഈ എർത്തിങ് ചെയ്യുമ്പോൾ ഈ ഭൂമി എല്ലാ കാര്യങ്ങളെ അബ്സോർബ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവിടെ എന്താണ് നടക്കുന്നത്? 6, എർത്തിങ് എന്നുള്ളത് ഇത്ര പ്രാധാന്യമുള്ള കാര്യമാണെങ്കിൽ കൂടി നമ്മുടെ വിമാനത്തിലൊക്കെ എവിടെയാണ് എർത്തിങ് കാണാൻ സാധിക്കുക? അപ്പോൾ ഇങ്ങനെ വിചിത്രമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ഓടിയെത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ വളരെ വിചിത്രമായിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ തുടക്കം തൊട്ട് അവസാനം വരെ മുഴുവനായിട്ട് കാണണം. കാരണം ഇതിൽ പറയുന്ന പല അറിവുകളും ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയതായിരിക്കാം. അതുതന്നെയല്ല, നമ്മുടെ പല സംശയങ്ങളും വർഷങ്ങളായിട്ട് നമ്മൾ മനസ്സിൽ കൊണ്ടു നടന്ന സംശയങ്ങൾ ഒരു പക്ഷേ തീർക്കാനും ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സഹായകരമാകും. അപ്പോൾ നമ്മൾ ഒട്ടും താമസിക്കുന്നില്ല, നമുക്ക് നമ്മുടെ നേരെ കണ്ടന്റിലേക്ക് പോവാം. ആദ്യം തന്നെ എന്താണ് എർത്തിങ് എന്നുള്ളത് നോക്കാം. ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൻ്റെ കണ്ടക്റ്റിംഗ് ബോഡിയെ ഭൂമിയുമായിട്ട് ഒരു കണ്ടക്ടർ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ എർത്തിങ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഏതൊരു മെറ്റാലിക് ഒബ്ജക്റ്റ് ഉള്ള ബോഡിയുടെ ആ ഒരു പൊട്ടൻഷ്യൽ, അതായത് ആ ഒരു കംപ്ലീറ്റ് ബോഡിയുടെ പൊട്ടൻഷ്യൽ ഈക്വലായിട്ട് നിർത്തുക, അതിനെ 0 ആയിട്ട് സെറ്റ് ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മളൊരു തേപ്പൊട്ടി എടുക്കുവാണ്. ആ തേപ്പൊട്ടിയിൽ എന്തെങ്കിലും കാരണവശാൽ ഒരു കോയിലിന് ഷോർട്ട് വന്ന് അല്ലെങ്കിൽ ആ കോയിലിൻ്റെ ഇൻസുലേഷൻ പോയിട്ട് ബോഡി ടച്ചായി കഴിഞ്ഞാൽ നമ്മൾ പുറമെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഷോക്ക് അടിക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആ മെറ്റൽ ബോഡിയെ ഒരു വയറ് വഴി ഭൂമിയുമായിട്ട് ബന്ധിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഫേസ് ലൈൻ അതിൽ പൊട്ടി വീണ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻസുലേഷൻ ഡാമേജ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മുടെ ശരീരം അതുമായിട്ട് സ്പർശനം ഉണ്ടായാലും നമ്മുടെ ശരീരത്തിൻ്റെ റെസിസ്റ്റൻസ് കൂടുതലാണ്, പക്ഷേ ഒരു ബൈപ്പാസ് റൂട്ട് അവിടെ ഉള്ളതുകൊണ്ട് കറണ്ട് അതുവഴിയേ പോകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പേഴ്സണൽ സേഫ്റ്റി നമുക്ക് കിട്ടുന്നു. അപ്പം ഇത് കണ്ടിന്യൂസ് ആയിട്ട് എർത്ത് വഴി അങ്ങ് പോവല്ല. ഇപ്പോൾ നമുക്കറിയാം RCCB ഒക്കെ ഉള്ളതുകൊണ്ട് ട്രിപ്പായി പോകും. അതുകൊണ്ട് തന്നെ എക്യുപ്മെൻറ്റും മനുഷ്യനും പ്രൊട്ടക്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിൽ വരാം,
ഈ ട്രാൻസ്ഫോമറിൽ ഈ ന്യൂട്രൽ എർത്ത് ചെയ്യുന്നതുകൊണ്ടല്ലേ ഈ പണിയൊക്കെ കിട്ടുന്നത്. നമ്മൾ ഫേസിൽ കയറി പിടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ ഒഴുകി ന്യൂട്രലിലേക്ക് പോകുന്നുണ്ട്, അതുകൊണ്ടല്ലേ പ്രശ്നം വരുന്നതെന്നുള്ളത്. എന്നാൽ ട്രാൻസ്ഫോമറെ നമ്മൾ ന്യൂട്രൽ എർത്ത് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നേരെ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഫേസ് ലൈനെ തൊടാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇലക്ട്രിക് ലൈനുകൾ ഭൂമിക്ക് പാരലായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഇതൊരു AC വോൾട്ടേജാണ് ഇതുവഴി കടന്നു പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഭൂമി ഒരു കണ്ടക്റ്റീവ് മെറ്റീരിയലാണ്, ഈ ഇലക്ട്രിക് ലൈനും കണ്ടക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഇത് തമ്മിൽ ഒരു കപ്പാസിറ്റീവ് കപ്ലിങ് അവിടെ നടക്കുന്നുണ്ട്. ഇത് ലോ വോൾട്ടേജ് വളരെ കുറച്ചേ നടക്കത്തുള്ളൂ, എങ്കിലും കിലോമീറ്ററുകൾ കഴിയും തോറും ഈ കപ്ലിങ്ങിൻ്റെ എഫക്റ്റ് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ എനർജി നമ്മുടെ ഈ പറയുന്ന എർത്തിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലും നമ്മൾ ഇപ്പോൾ 3 ഫേസ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ലൈന് മറ്റൊരു ലൈനുമായിട്ട് ഗ്രൗണ്ട് വഴി കപ്ലിങ് നടത്താൻ ഒരു നാച്ചുറലായിട്ടൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അന്നേരം വരുന്ന ഒരു ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ തേപ്പുട്ടി നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻസുലേഷൻ ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ തൊടുമ്പോൾ ഈ കപ്ലിങ് വഴി ഉണ്ടാകുന്ന എഫക്റ്റ് കൊണ്ട് ഷോക്ക് ഏൽക്കുകയും ചെയ്യും. അതുമാത്രമല്ല RCCB പോലുള്ള സംവിധാനങ്ങൾ ട്രിപ്പ് ആവത്തുമില്ല. അപ്പോൾ ഒരു ലീക്കേജ് കറണ്ട് കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ അവിടെ പറ്റുന്നില്ല. അതൊന്നാമത്തെ റീസൺ. ഇനി രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇടിമിന്നൽ വരുമ്പോഴോ അല്ലെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള സോളാർ ആക്ടിവിറ്റി ഉള്ള സമയത്തോ ഈ ലൈനുകളിലൂടെ ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലൈറ്റ്നിങ് അല്ലെങ്കിൽ സോളാർ വിൻഡൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ ഗ്രൗണ്ടിലേക്കാണ് അത് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പാത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ആ കണ്ടക്ഷൻ ലൈനിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്ക് വൻ നാശനഷ്ടം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു നാശനഷ്ടം ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ കൃത്യമായിട്ട് എർത്ത് ചെയ്യുന്നത്. പിന്നെ ന്യൂട്രൽ, അതായത് നമുക്കറിയാം ട്രാൻസ്ഫോമറിനകത്തെ സ്റ്റാർ കണക്ഷനാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിൽ ഈ ന്യൂട്രൽ എന്ന് പറയുന്നത് 3ഉം കൂടി ചേരുന്ന ആ പോയിൻ്റാണ് ന്യൂട്രൽ. അപ്പോൾ ഈ ന്യൂട്രൽ നമ്മൾ കൃത്യമായിട്ട് എർത്ത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇംബാലൻസ്, അതായത് വോൾട്ടേജിൻ്റെ ഇംബാലൻസ് ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മുടെ എക്യുപ്മെൻറ്റ്സിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ലൈറ്റ്നിങ്, സ്റ്റാറ്റിക് ആയിട്ടുള്ള ചാർജുകളൊന്നും ഡിസ്ചാർജ് ആയി പോകാത്തതുകൊണ്ട് തന്നെ അത് ഏറ്റവും ഭൂമിയുമായിട്ട് ലോ ഇമ്പിഡൻസ് വരുന്ന സ്റ്റേറ്റ് എപ്പോൾ എത്തുന്നോ അന്നേരം അതുവഴി ഗ്രൗണ്ട് ചെയ്യാൻ ശ്രമിക്കും. അത് വളരെയധികം അപകടമാണ്. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ട്രാൻസ്ഫോമറിൻ്റെ ന്യൂട്രൽ നമ്മൾ മസ്റ്റായിട്ടും എർത്ത് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫോൾട്ടുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആക്സിഡൻ്റലായിട്ട് നമ്മൾ ഷോക്ക് ഏൽക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും എക്യുപ്മെൻറ്റിൻ്റെ പുറത്തേക്ക് ഈ ഫേസ് ലൈൻ പൊട്ടി വീഴുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അത് കൃത്യമായിട്ട് ട്രിപ്പായി പോകണം. അപ്പോൾ അതിന് നമുക്ക് ആ ലീക്കേജ് കറണ്ട് കൃത്യമായിട്ട് മെഷറബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫോമറിൽ എർത്ത് ചെയ്യണം. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ എർത്തിങ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത്തരം പ്രൊട്ടക്ഷൻ ഉപകരണങ്ങൾക്ക് പിന്നെ പ്രാധാന്യമില്ല. ഇനി മറ്റൊരു വസ്തുത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ട്രാൻസ്ഫോമറിൽ നിന്ന് ദൂരം കൂടുന്തോറും ന്യൂട്രൽ ലൈനിലെ പൊട്ടൻഷ്യൽ കൂടിക്കൂടി വരും. ശരിക്കും പറഞ്ഞാൽ എർത്തും ന്യൂട്രലും തമ്മിൽ ഒരു 5 വോൾട്ടിൽ താഴെ കാണാവുള്ളൂ. ഐഡിയലായിട്ട് പറഞ്ഞാൽ 3 വോൾട്ട് അല്ലെങ്കിൽ 2 വോൾട്ടൊക്കെ വരാവുള്ളൂ. പക്ഷെ പല കാരണവശാലും നമ്മുടെ ഈ കണ്ടക്ടറിൻ്റെ ലെങ്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. അങ്ങനെ റെസിസ്റ്റൻസ് കൂടുന്നത് വഴി അവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് വരും. ആ വോൾട്ടേജ് ഡ്രോപ്പാണ് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നത്, മൾട്ടിമീറ്റർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അപ്പം ദൂരം കൂടുന്തോറും ഈ ഒരു പ്രശ്നത്തെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോസ്റ്റിൽ കൃത്യമായിട്ട് എർത്ത് ചെയ്യാറുണ്ട്. അങ്ങനെ എർത്ത് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ ന്യൂട്രൽ വോൾട്ടേജ് കൂടിക്കൊണ്ടിരിക്കും. അപ്പം ഇത് നമ്മുടെ വീടിൻ്റെ അകത്തൊരിക്കലും നമ്മൾ എർത്ത് ചെയ്യാൻ ശ്രമിക്കരുത്. അപ്പോൾ അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ വല്ല ലൈറ്റ്നിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രതിഭാസം വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും പെട്ടെന്ന് അഫക്റ്റ് ചെയ്യുന്ന നമ്മുടെ ഗ്രൗണ്ടിലായിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലെ എർത്തിങ് ഒരിക്കലും ന്യൂട്രലുമായിട്ട് മിക്സ് ചെയ്യരുത്. അതുതന്നെയല്ല, നമുക്ക് മീറ്ററിന് മുമ്പ് ഇങ്ങനെ ഒരു എർത്തിങ് സംവിധാനം കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഒരിക്കലും ഇല്ല, അത് ഇല്ലീഗലുമാണ്. ഇനി അതല്ല, മീറ്ററിന് ശേഷം നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ ഇങ്ങനെയുള്ളൊരു ലീക്കേജ് അവിടെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വെറുതെ കറണ്ട് ഫ്ലോ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് നമ്മുടെ വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും ഓഫ് ചെയ്താലും നമ്മുടെ മീറ്ററിന് ശേഷമുള്ള ന്യൂട്രൽ നമ്മൾ എർത്ത് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വലിയ വൈദ്യുത ചോർച്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്ക് വെറുതെ കറണ്ട് ചാർജ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഏറ്റവും നല്ലത് പോസ്റ്റയിൽ കൃത്യമായിട്ടുള്ള എർത്ത് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ ന്യൂട്രലും എർത്തും തമ്മിലുള്ള വോൾട്ടേജ് 5 വോൾട്ടിൽ താഴെ നിൽക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. നമ്മുടെ ഏറ്റവും വലിയൊരു ചോദ്യം ഇതായിരുന്നു, നമ്മളെ ഷോക്ക് അടിക്കുമ്പോൾ ഫേസ് ലൈനിൽ നിന്നുള്ള ആ ഒരു കറണ്ട് ഫ്ലോ നമ്മളെ ശരീരത്തിൽ കൂടെ കയറി ട്രാൻസ്ഫോമർ വരെ പോകുന്നുണ്ടോ എന്നുള്ളത്. എത്തുന്നുണ്ട്, അതാണ് യാഥാർത്ഥ്യം. കാരണം നമ്മുടെ ഈ ഗ്രൗണ്ടിലെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു പാത്ത് എന്ന് പറഞ്ഞാൽ ന്യൂട്രലുമായിട്ടുള്ളത് ആ ഒരു പോയിന്റ് ആയിരിക്കും. അപ്പോൾ ന്യൂട്രൽ എവിടെയാണോ നിൽക്കുന്നത് അവിടം വരെ അത് പോട്ടെ. ഇനി നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ ന്യൂട്രൽ ലൈൻ കട്ട് ചെയ്തെന്ന് പറഞ്ഞാലും ഏതെങ്കിലും ഒരു ഫേസ് ലൈന് നമ്മുടെ ഈ ഭൂമിക്ക് സമാന്തരമായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കപ്ലിംഗ് എഫക്റ്റ് വീതം നമ്മുടെ തൊടുന്ന ഫേസും മറ്റേ കപ്പിൾ ചെയ്ത് കിട്ടുന്ന ആ ഫേസും തമ്മിലും കണക്ഷൻ വരും. അപ്പോൾ ന്യൂട്രൽ കട്ട് ചെയ്തെന്ന് പറഞ്ഞാലും നമുക്ക് ഷോക്ക് അടിക്കുന്നുള്ളത് ഉറപ്പാണ്. അപ്പം നമുക്ക് ഈ എർത്തിങ്ങിനെ മറ്റൊരു രീതി നിർവചിക്കുകയാണെങ്കിൽ നമ്മുടെ ഭൂമിയുടെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 0 വോൾട്ടാണ്. അതായത് വലിയൊരു ഗ്രൗണ്ട് കണ്ടക്റ്റിംഗ് പ്ലെയിനാണ്. അതിലേക്ക് നമുക്ക് ഈ വരുന്ന സോഴ്സിൽ നിന്നുള്ള ഇതെല്ലാം കൃത്യമായിട്ട് റിട്ടേൺ ചെയ്ത് പോകാൻ പറ്റുന്ന നല്ലൊരു കണ്ടക്റ്റിംഗ് പാത്തായിട്ട് നമുക്ക് കണക്കാക്കാം. ഏറ്റവും ലളിതമായിട്ട് ഞാൻ പറഞ്ഞുതരാം.
നമ്മൾ കുളിമുറിയിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഈ വെള്ളം എല്ലാം ചെന്ന് അവസാനിക്കുന്ന ഒരു ഓവുണ്ടല്ലോ, ആ ഓവ് തന്നെയാണ് നമ്മുടെ ഈ എർത്ത്. ഒരു ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടക്റ്റിംഗ് പാത്ത്, റിട്ടേൺ പാത്ത്, അതാണ് ഏറ്റവും നല്ല എക്സാമ്പിൾ. ഇനി നമുക്കൊരു കാറിൻ്റെ കേസ് എടുക്കാം. കാറിനകത്ത് ബാറ്ററിയുടെ നെഗറ്റീവ് ബോഡിയായിട്ട് കണക്ട് ചെയ്തിരിക്കും. ആ ബോഡി എന്ന് പറയുന്നത് വലിയൊരു സർഫസ് ഏരിയയാണ്. അപ്പോൾ നമുക്ക് മറ്റേ ആ പോസിറ്റീവിൽ നിന്ന് വരുന്ന ഒരു ടെർമിനൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ബാക്കി എക്യുപ്മെൻറ്റ്സ് ഒക്കെ ബോഡിയിൽ നിന്ന് എടുക്കാം. അപ്പോൾ വയറിംഗ് കോസ്റ്റ് അവിടെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഓട്ടോമൊബൈൽ രംഗത്ത് അതിന് അങ്ങനെ യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. ഇനി നമ്മുടെ ഗ്രൗണ്ടും എർത്തും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയാം കേട്ടോ. നമ്മുടെ സർക്യൂട്ടിലൊക്കെ കാണുന്ന ഗ്രൗണ്ട് സിമ്പിൾ ഒരിക്കലും നമ്മൾ മണ്ണ് കുഴിച്ച് വയ്ക്കുന്ന എർത്തല്ല, അത് യഥാർത്ഥത്തിൽ 0 വോൾട്ട് റെഫറൻസ്. അപ്പോൾ നമ്മളൊരു പവർ സപ്ലൈ എടുക്കുവാണെങ്കിൽ പവർ സപ്ലൈയുടെ പോസിറ്റീവ് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒരു റിട്ടേൺ പാത്താണ് നമ്മൾ ഈ ഗ്രൗണ്ടെന്ന് കൊടുത്തേക്കുന്നത്. അതൊരിക്കലും നെഗറ്റീവ് വോൾട്ട് എന്ന് പറയാൻ പറ്റത്തില്ല. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്, കാരണം നെഗറ്റീവ് 0യെക്കാട്ടിലും താഴെയാണ്. അപ്പോൾ നെഗറ്റീവിൻ്റെ പോസിറ്റീവിൻ്റെ ഒരു റെഫറൻസ് ആണ് അതിലെ ആ സർക്യൂട്ടിലെ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എർത്തിങ്ങിനെ പ്രധാനമായിട്ട് 4 ആയിട്ട് തിരിക്കാം. അതിൽ ഒന്നാമത്തെയാണ് നമ്മുടെ പൈപ്പ് എർത്തിങ്. നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന വളരെ കോമൺ ആയിട്ടുള്ള എർത്തിങ് മെത്തേഡ്. അപ്പോൾ ഇവിടെ നമ്മൾ GI പൈപ്പ് അഥവാ ഗാൽവനൈസ്ഡ് ആയിട്ടുള്ള തുരുമ്പെടുക്കാത്ത പൈപ്പ് എടുത്തതിന് ശേഷം അതിലൊരു ഹോൾ ഇട്ടിട്ട് നട്ട് ബോൾട്ട് സ്ക്രൂ എല്ലാം സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1 തൊട്ട് 3 മീറ്റർ കാണും. അപ്പോൾ നല്ല ആഴത്തിൽ കുഴിയെടുത്തതിന് ശേഷം നമ്മൾ ഈ പറയുന്ന പൈപ്പ് അതിനകത്ത് വയ്ക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഏകദേശം ഒരു 3 മീറ്റർ വരെ താഴ്ചയിൽ കുഴിയെടുത്തതിന് ശേഷം നമ്മൾ ഈ പൈപ്പ് ഇവിടെ വയ്ക്കുന്നു. അതിനുശേഷം ഓരോ ലെയറായിട്ട് കരി ഉപ്പ് ഇങ്ങനെ അടുക്കിയാണ് അത് ലെയർ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഉപ്പിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ ചില സ്ഥലങ്ങളിൽ മണ്ണിൻ്റെ ആ ഒരു കണ്ടക്ടിവിറ്റി വളരെയധികം കുറവായിരിക്കും. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപ്പ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഈ പറയുന്ന കരിക്കട്ട അല്ലെങ്കിൽ ചാർക്കോളിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ വെള്ളത്തെ പിടിച്ചു നിർത്തുക, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് ആ ബോണ്ട് ചെയ്ത് വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ കണ്ടക്ടിവിറ്റിയും കിട്ടും, വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യും, വളരെ കുറഞ്ഞ ഒരു റെസിസ്റ്റൻസ് പാത്തും അവിടെ ലഭ്യമാവും. അപ്പോൾ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ആ ഒരു എർത്തിങ് സിസ്റ്റം, അതായത് പൈപ്പ് എർത്തിങ്ങിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 5 ohms താഴെയാണ്. ഒരു നല്ല ഒരു എർത്തിങ്ങിന് എപ്പോഴും റെസിസ്റ്റൻസ് വളരെയധികം കുറവായിരിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് അളക്കാൻ വേണ്ടിയുള്ള മെർഗർ മീറ്ററുകളൊക്കെ ഇന്ന് ലഭ്യമാണ്. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് കൂടിപ്പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഫോൾട്ട് കറണ്ട് കൃത്യമായിട്ട് ഭൂമിയിലേക്ക് ഒഴുകത്തില്ല. അതിലും കുറഞ്ഞ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ് എത്തിയാൽ നമ്മൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഷോക്ക് കേൾക്കുന്നത്, ഹീറ്ററിൽ നിന്ന് ഷോക്ക് കേൾക്കുന്നെങ്കിൽ എർത്തിനെക്കാട്ടിലും കുറഞ്ഞ റെസിസ്റ്റൻസ് ഉള്ള ഒരു പാത്ത് സൃഷ്ടിക്കപ്പെട്ടാൽ അത് അപകടകരമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എർത്ത് എപ്പോഴും നന്നായിട്ട് വെറ്റായിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ അടുത്ത ഒരു ടൈപ്പ് എർത്തിങ് ആണ് റോഡ് എർത്തിങ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പൈപ്പ് എർത്തിങ്ങിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിലുള്ള എർത്തിങ് ആണെന്ന് നമുക്ക് പറയാം. കാരണം ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്ന ഹോളോ ട്യൂബ് അല്ല, സോളിഡ് ആയിട്ടുള്ള കോപ്പർ ബ്ലോക്കോ GI ബ്ലോക്കോ ആയിരിക്കും. അത് മാത്രമല്ല വളരെ ആഴത്തിലേക്ക് ഇതിനെ ഇറക്കി ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഇത് കൂടാതെ ഈ ഒരു എർത്തിങ്ങിന് ചുറ്റുമായിട്ട് ബെൻഡോണൈറ്റ് എന്ന് പറയുന്ന പ്രത്യേക പൗഡറും കൂടെ ഉപയോഗിക്കാറുണ്ട്. ഇത് നമ്മുടെ കളിമണ്ണിൻ്റെ ഒരു പ്രത്യേക കോമ്പൗണ്ടാണ്. അതുപോലെ തന്നെ അത് മണ്ണിലെ ഈർപ്പം പിടിച്ചു നിർത്താനുള്ള ശേഷിയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ റോഡ് എർത്തിങ് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള റെസിസ്റ്റൻസിൻ്റെ കുറവ് അവിടെ അനുഭവപ്പെടും. അതായത് വളരെ സുഖമായിട്ട് കറണ്ട് ഫ്ലോ ചെയ്യാനുള്ള ഒരു കഴിവ് 2 ohmsലൊക്കെ താഴെ അവിടെ എർത്തിങ്ങിൻ്റെ റെസിസ്റ്റൻസും കാണത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡെപ്ത് നോക്കുവാണെങ്കിൽ ഏകദേശം 1.5 മീറ്റർ തുടങ്ങി 3 മീറ്ററോ അതിന് മേളിലോ മാക്സിമം ഒരു 4.5 മീറ്റർ വരെയുള്ള താഴ്ചയിലൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ പാറക്കെട്ടുകളുള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ കുറച്ചും കൂടെ അടുത്ത് ചെന്നാലേ മണ്ണുമായിട്ട് കോണ്ടാക്റ്റ് വരത്തുള്ളൂ, അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. ഇനി ഈ ഒരു സിസ്റ്റത്തിൽ തന്നെ നമ്മൾ ഒരു റോഡ് മാത്രമല്ല മൾട്ടിപ്പിൾ റോഡുകൾ, അതായത് 4-5 റോഡുകൾ ഓരോ മീറ്ററിന് ശേഷം ഇങ്ങനെ സ്ഥാപിച്ചിട്ട് തമ്മിൽ കപ്പിൾ ചെയ്തും ഉപയോഗിക്കാറുണ്ട്. അതുവഴി നമുക്ക് കൂടുതൽ സർഫസ് ഏരിയ കിട്ടും, മാക്സിമം കറണ്ട് ഫ്ലോ അതുവഴി നടക്കും. അപ്പോൾ ഇത് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ള ലോഡുകൾ, ഉദാഹരണം പറഞ്ഞാൽ ഡേറ്റാ സെൻറ്ററുകൾ, വലിയ വലിയ സ്ഥാപനങ്ങൾ, അവിടെയൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇനി അടുത്തതാണ് പ്ലേറ്റ് എർത്തിങ്. പേര് പോലെ തന്നെ ഇവിടെ എർത്തിങ് റോഡല്ല, എർത്തിങ് പ്ലേറ്റ് ആണ് ഉപയോഗിക്കുന്നത്. സ്ക്വയറിലുള്ള ഒരു പ്ലേറ്റ്, ഏകദേശം 60 x 60 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ചതുരത്തിലുള്ള ഒരു പ്ലേറ്റിനെ നമ്മളൊരു ദണ്ടുമായിട്ട് കണക്ട് ചെയ്ത് ഭൂമിയിലേക്ക് കുഴിച്ചിടുന്നു. അതും ഏകദേശം 3 മീറ്റർ വരെ ആഴത്തിലാണ് ഈ കുഴി എടുത്തിട്ട് ഇത് സ്ഥാപിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത നോക്കുവാണെങ്കിൽ ന്യായമായിട്ടുള്ള ഇടുങ്ങിയ സ്ഥലങ്ങൾ, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് കൂടുതൽ സർഫസ് ഏരിയയോടുകൂടി എർത്ത് ചെയ്യാൻ സാധിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ എർത്തിങ് മെത്തേഡുകളെ അപേക്ഷിച്ച് നോക്കുമ്പോഴേക്കും സർഫസ് ഏരിയ കൂടുതലായിട്ടുണ്ട് തന്നെ നല്ല രീതിയിൽ മണ്ണിലേക്ക് ഇത് എന്തെങ്കിലും ഒരു ലീക്കേജ് കറണ്ട് വരുവാണെങ്കിൽ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോവുകയും ചെയ്യും. ഇനി അടുത്തതാണ് സ്ട്രിപ്പ് എർത്തിങ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭൂമിയുടെ താഴത്തേക്ക് കുഴിച്ച് ഒരു എർത്തിങ് സംവിധാനം ഉണ്ടാക്കുകയല്ല, പകരം ഭൂമിക്ക് പാരലായിട്ട് തന്നെ എർത്ത് ചെയ്യുവാണ്. അതായത് പ്രത്യേക കോപ്പർ സ്ട്രിപ്പുകൾ നമ്മൾ കൃത്യമായിട്ടുള്ള അകലത്തിൽ വളരെ വലിയൊരു ഏരിയയിലേക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുവാണ്.
അങ്ങനെ നമുക്ക് വലിയൊരു ലാർജായിട്ടുള്ള ഏരിയ കംപ്ലീറ്റ് ഇതേപോലെ എർത്ത് തണ്ടുകൾ ഉപയോഗിച്ച് കണക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഹൈ വോൾട്ടേജ് സിസ്റ്റത്തിൽ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്, അതായത് നമ്മൾ ഇലക്ട്രിക് ലൈനെ വല്ലതും പൊട്ടി വീഴുവാണെങ്കിൽ ചുറ്റും ഒരു പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. ഇത് ചിലവേറിയ എർത്തിങ് മെത്തേഡാണ്. അതുപോലെ തന്നെ ഹൈ വോൾട്ടേജ് മാത്രമേ ഇങ്ങനത്തെ സിസ്റ്റംസ് വളരെയധികം യൂസ് ചെയ്യാറുള്ളൂ. ഇതിൻ്റെ റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും, അതായത് 1 ohmസിലൊക്കെ താഴെയായിരിക്കും. പിന്നെ നമ്മൾ സബ്സ്റ്റേഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ മെറ്റൽ വിരിച്ചേക്കുന്നത് കാണാം. അതായത് എന്തെങ്കിലും ഒരു ലൈൻ പൊട്ടി വീണ് കഴിഞ്ഞാൽ ചുറ്റും ഒരു ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഒരു ഇൻസുലേറ്റർ എന്നുള്ള രീതിയിൽ അവിടെ മെറ്റൽ വിരിച്ചേക്കുന്നത്. ഇനി നമ്മുടെ റെയിൽവേ ലൈൻ എടുക്കുവാണെങ്കിലും അതും കൃത്യമായിട്ടുള്ള അകലത്ത് ഇതേ രീതിയിൽ എർത്ത് ചെയ്തേക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള എർത്തിങ് സംവിധാനം വളരെ നീണ്ട ഭൂപ്രകൃതിയിലൊക്കെ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് കൊടുക്കാൻ പറ്റും. ഈ പറഞ്ഞ പോലെ സ്റ്റെപ്പ് പൊട്ടൻഷ്യലൊക്കെ കുറയ്ക്കാനും സാധിക്കും. അപ്പോൾ നമ്മൾ സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള നമ്മുടെ പൈപ്പ് എർത്തിങ് വീടുകളിൽ യൂസ് ചെയ്യുന്നു. പിന്നെ റോഡ് എർത്തിങ് നമുക്ക് കുറച്ചുകൂടി ഇൻഡസ്ട്രിയൽ ലെവലിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ റോഡ് എർത്തിങ്ങിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ റോഡുകൾ കണക്ട് ചെയ്ത് വീണ്ടും റെസിസ്റ്റൻസ് കുറയ്ക്കാം. പ്ലേറ്റ് എർത്തിങ് നമുക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയയിൽ ന്യായമായിട്ടുള്ള രീതി കൂടുതൽ സർഫസ് ഏരിയ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആപ്ലിക്കേഷൻസിനകത്ത് ഉപയോഗിക്കാം. പിന്നെ അവസാനം പറഞ്ഞ സ്ട്രിപ്പ് എർത്തിങ് ഹൈ വോൾട്ടേജ് സിസ്റ്റത്തിലും യൂസ് ചെയ്യാറുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. നമ്മൾ ഹൈ ടെൻഷൻ ലൈനുകൾ അല്ലെങ്കിൽ അത് കടന്നു പോകുന്ന പ്രദേശത്തൊക്കെ പ്രത്യേക നെറ്റുകൾ വിരിച്ചിട്ട് ആ നെറ്റിനെ എർത്ത് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒരു ഹൈ ടെൻഷൻ ലൈനിൻ്റെ ചുറ്റും ഉണ്ടാകുന്ന ആ ഒരു ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ ഒരു പരിധിക്കപ്പുറം മറ്റൊരു സ്റ്റേജിലേക്ക് കടത്തിവിടരുത്, അല്ലെങ്കിൽ മറ്റൊരു സേഫ് സോണിലേക്ക് നമുക്ക് കടന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മൾ ഗ്രിഡുകളും വലകളൊക്കെ വെച്ചിട്ട് അതിനെ ഗ്രൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ വലിയൊരു എഫക്റ്റീവ് ഏരിയ അത് കവർ ചെയ്തോളൂ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ കിണറ്റിലെ വെള്ളത്തിൽ എർത്ത് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ കുളത്തിൽ എർത്ത് ചെയ്താൽ എന്ത് സംഭവിക്കും? അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ആൻസർ പറയുവാണെങ്കിൽ തിയറിറ്റിക്കലി നോക്കുവാണെങ്കിൽ ഓക്കെ, വെള്ളം എന്ന് പറയുന്നത് നല്ല രീതിയിൽ എന്ത് ചെയ്യും, പ്രത്യേകിച്ച് ഈ പറയുന്ന കിണർ വെള്ളമോ അല്ലെങ്കിൽ കുളത്തിലെ വെള്ളമോ ആണെങ്കിൽ നല്ല കണ്ടക്ഷൻ ഉണ്ട്. ഒരിക്കലും 100% വെള്ളം പ്യൂറല്ല, എന്തെങ്കിലുമൊക്കെ ഇമ്പ്യൂരിറ്റി ഉള്ളതുകൊണ്ട് അത് നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നല്ല രീതിയിലുള്ള എർത്തിങ് കിട്ടും. പക്ഷേ വലിയ ദൂഷ്യവശമുണ്ട്. ഹൈ വോൾട്ടേജ് പ്രവഹിച്ചു കഴിഞ്ഞാൽ ചുറ്റും പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം രൂപപ്പെടും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു കോണ്ടാക്റ്റ് വന്നാൽ വളരെ അപകടമാണ്. അതുതന്നെയല്ല, ഇതിനകത്ത് ഈ വെള്ളത്തിനകത്ത് കിടന്ന് ഈ പറയുന്ന കോമ്പൗണ്ട് എല്ലാം ദ്രവിച്ച് വെള്ളം മലിനമാവാനും അത് കാരണമാവും. അപ്പോൾ ഒരിക്കലും അത് റെക്കമെൻഡഡ് അല്ല. ഇനി നമ്മൾ തുടക്കത്തിൽ ചോദിച്ചാൽ മറ്റൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, AC സിസ്റ്റം എർത്ത് ചെയ്യുന്ന പോലെ DC എർത്ത് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ DC നമുക്കറിയാം, നമ്മുടെ ബാറ്ററിയുടെ നെഗറ്റീവ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഭൂമിയുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഗ്രൗണ്ടറാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ചെറിയ അളവിലുള്ള കറണ്ട് ഫ്ലോ ഉണ്ടാവും. പക്ഷേ നമുക്കറിയാൻ പോലും ഇല്ല. ഒരു LED വെച്ച് നോക്കുവാണെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് കത്തിയെന്നിരിക്കും. അപ്പോൾ ഇവിടെ ഈ നെഗറ്റീവിന് പകരം, അതായത് ബാറ്ററിയുടെ ആ നെഗറ്റീവ് ടെർമിനലിന് പകരം നമ്മൾ പോസിറ്റീവ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റെഫറൻസ്, ഭൂമിയുടെ ആ റെഫറൻസ് 0 ആയിട്ടുണ്ട്. നമ്മൾ ഈ മുകളിലത്തെ നെഗറ്റീവ് വോൾട്ടേജ് ആയിട്ട് മാറും. അതായത് അവിടെ ചാർജ് ഇല്ല എന്നല്ല, അവിടെ കറണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കണ്ടക്ടറെല്ലാം ഭൂമിയിൽ നിന്ന് നെഗറ്റീവ് പൊട്ടൻഷ്യലായിട്ടായിരിക്കും നിൽക്കുക. അപ്പോൾ ഇതുകൊണ്ട് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ എന്ന് ചോദിക്കുവാണെങ്കിൽ, ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ ഒരു ചാലകത്തെ നമ്മൾ ഭൂമിയുടെ റെഫറൻസിന് വെച്ച് നോക്കുമ്പോൾ നെഗറ്റീവ് ആക്കുവാണെങ്കിൽ അതിൽ കൊറോഷൻ വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് പണ്ടൊക്കെ ഈ പറയുന്ന ടെലിഫോൺ സിസ്റ്റത്തിലും അല്ലെങ്കിൽ പ്രത്യേക രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഡിവൈസിലൊക്കെ ഒരു കണ്ടക്ടർ നെഗറ്റീവായിട്ട് നിർത്തുന്നത്. അപ്പോൾ അത് ഗ്രൗണ്ടിനെ സംബന്ധിച്ച് നെഗറ്റീവ് ആകുമ്പോഴേക്കും അതിൽ തുരുമ്പോ ക്ലാവോ ഒക്കെ പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, പോസിറ്റീവിലാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ക്ലാവും കാര്യങ്ങളൊക്കെ പിടിക്കുന്നത്. ബാറ്ററിയുടെ തന്നെ ടെർമിനൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഏറ്റവും കൂടുതൽ അഴുക്ക് വന്നടിയുന്നത് ആ ഒരു പോസിറ്റീവ് ടെർമിനലായിരിക്കും, നെഗറ്റീവ് ടെർമിനൽ കുറവാണ്. അപ്പോൾ അങ്ങനെ ഈ കാതോഡൈസേഷൻ ചെയ്യുന്നത് വഴി അങ്ങനെ ഒരു അഡ്വാൻറ്റേജും ഉണ്ട്, ഇലക്ട്രോഡിനെ ഈ കൊറോഷനിൽ നിന്ന് സംരക്ഷിക്കാൻ പറ്റും. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ആ ജനറേറ്ററിൽ ഏതാണ് ന്യൂട്രൽ ഏതാണ് ഫേസ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും? അല്ലെങ്കിൽ ഒരു ഇൻവേർട്ടർ നമ്മൾ കംപ്ലീറ്റ് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഇൻവേർട്ടർ പ്രവർത്തിക്കുമ്പോൾ അതിൽ ഏതാണ് ഫേസ് ഏതാണ് ന്യൂട്രൽ, അതൊരു കൺസെപ്റ്റ് ആണോ എന്നുള്ളൊരു സംശയം തോന്നാം. ഒരിക്കലും ഫേസ് ന്യൂട്രൽ എന്നുള്ള ഒരു കാര്യം അവിടെ ഉണ്ടാവുന്നില്ല. ഏത് ലൈനാണോ നമ്മൾ ഗ്രൗണ്ട് പൊട്ടൻഷ്യലേക്ക് കൊണ്ടുവരുന്നത് അതായിരിക്കും റെഫറൻസ്. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ളത് എന്തായിരിക്കും? ഫേസ് ലൈൻ അല്ലെങ്കിൽ ലൈവായിട്ടുള്ള ലൈനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഇടതുഭാഗത്തെ ഒരു ലൈൻ എർത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, അത് 0 പൊട്ടൻഷ്യലായിട്ട് നിൽക്കും. ബാക്കി അപ്പുറത്തെ ടെസ്റ്റർ വയ്ക്കുമ്പോഴായിരിക്കും കത്തുന്നത്. ഇപ്പുറത്തെ ടെസ്റ്റർ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ശരീരം ഓൾറെഡി ഗ്രൗണ്ടാണ്, ഗ്രൗണ്ട് നമ്മൾ ഒരിക്കലും കത്തത്തില്ലല്ലോ. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് ഏത് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്യുന്നോ അതിൻ്റെ ഓപ്പോസിറ്റ് ഫേസ് ആയിട്ട് മാറും. അതാണ് അതിൻ്റെ സിമ്പിളായിട്ടുള്ള ആൻസർ.
ഇനി നമ്മുടെ എയർക്രാഫ്റ്റ്, റോക്കറ്റ് അങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ എർത്തിങ്ങിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ബോഡി തന്നെയാണ് എർത്തായിട്ട് വർക്ക് ചെയ്യുന്നത്. അത് വലിയൊരു ഫാരഡേ ഷീൽഡാണ്, പുറമേ നിന്നുള്ള ഇൻ്റർഫറൻസ് ഒന്നും അകത്തേക്ക് കയറത്തുമില്ല. ഇനി നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ സ്റ്റാർ കണക്ഷനുണ്ട്, ഡെൽറ്റ കണക്ഷനുണ്ട്. സ്റ്റാർ കണക്ഷനാണെങ്കിൽ അതിൻ്റെ മൂന്നും ചേരുന്ന പോയിന്റിൽ നമ്മൾ എർത്ത് ചെയ്യാം, കൃത്യമായിട്ടുള്ള നമുക്കൊരു റെഫറൻസ് പോയിന്റ് അവിടെ കിട്ടും. എന്നാൽ ഡെൽറ്റ കണക്ഷൻ എന്ത് ചെയ്യും? അവിടെയാണ് 6 ആംഗ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന പ്രത്യേകം ഈ പറയുന്ന ഡെൽറ്റ ടു സ്റ്റാർ കൺവേർട്ടർ ഉപയോഗിച്ചിട്ട് അതിനെ ഒരു കൃത്രിമമായിട്ട് വെർച്വലായിട്ട് ഒരു പോയിന്റ് ഉണ്ടാക്കി ഗ്രൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഡെൽറ്റ സിസ്റ്റത്തിൽ ഈ പറയുന്ന എർത്തിങ്ങിൻ്റെ സിസ്റ്റം നമുക്കവിടെ അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഇനി വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഓഡിയോ എക്യുപ്മെൻറ്റ്സുകൾ അല്ലെങ്കിൽ എന്താ പറയുക കമ്പ്യൂട്ടർ എക്യുപ്മെൻറ്റ്സ് ഇതൊക്കെ കൃത്യമായിട്ട് ലോ ഇമ്പിഡൻസ് പാത്തിൽ എർത്ത് ചെയ്യണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലേക്ക് ഉള്ള സ്ഥലത്താണ് കമ്പ്യൂട്ടർ ഇപ്പോൾ യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിയുള്ള റിട്ടേൺസ് എല്ലാം കഴിഞ്ഞിട്ട് വലിയൊരു റെസിസ്റ്റൻസ് ആയിരിക്കും അവിടെ ഉണ്ടാകുക. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡിജിറ്റൽ സർക്യൂട്ട്സിൽ ലോജിക്കുകളൊക്കെ എന്താ പറയുന്നത് നോയ്സ് കൊണ്ടോ അല്ലെങ്കിൽ സ്പൈക്ക് കൊണ്ടോ ഒക്കെ മാറാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോഴാണ് പ്രധാനപ്പെട്ട ഡിജിറ്റൽ ഗ്ലിച്ചുകൾ, എററൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഡിജിറ്റൽ ഉപകരണങ്ങൾ കൃത്യമായിട്ട് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് എർത്ത് ചെയ്യണം. അതുപോലെ ഹൈ ഫ്രീക്വൻസി സർക്യൂട്ട്, RF സർക്യൂട്ട് ഇതൊക്കെ നമ്മൾ പലതരത്തിലുള്ള കപ്ലിംഗ് എഫക്റ്റുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എർത്ത് ചെയ്തില്ലെങ്കിൽ ഇതിൽ ഓരോ കണ്ടക്ടറും ഭൂമിയുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അങ്ങനെ ഒരു കപ്ലിംഗ് വരുമ്പം അൺബാലൻസിങ്, അതായത് ലൈനുകൾ തമ്മിൽ ഒരു ബാലൻസ് ഇല്ലായ്മ അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ കൃത്യമായിട്ട് 0 റെഫറൻസ് വെച്ചാൽ ആ റെഫറൻസിന് വെച്ചിട്ടായിരിക്കും ബാക്കിയുള്ളതെല്ലാം ഫോളോ ചെയ്യാൻ പറ്റുക. അപ്പോൾ അത് കാരണം അങ്ങനെ ഒരു വലിയൊരു പ്രശ്നം അവിടെ നമുക്ക് ഒഴിവായി കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എർത്തിങ് എന്ന് പറയുന്ന ഒരു നിസ്സാര കാര്യമല്ല, വളരെ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഇലക്ട്രോണിക്സിലും ഇലക്ട്രിക്കൽ മേഖലയിലും. അതൊരു സിസ്റ്റത്തിലെ ഫോൾട്ട് കറണ്ടിൽ നിന്ന് സംരക്ഷിക്കുന്നു. അതുപോലെ എക്യുപ്മെൻറ്റ് ആക്സിഡൻ്റലായിട്ട് ബോഡിയിലേക്ക് ടച്ച് ആവുകയോ അല്ലെങ്കിൽ മെറ്റൽ പാർട്ടിലേക്ക് ഒരു ലൈവ് കണക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതുപോലെ ലൈറ്റ്നിങ്, സോളാർ വിൻഡ് പോലുള്ള പ്രതിഭാസങ്ങളെ കൃത്യമായിട്ട് അതിൻ്റെ പാത്തിലേക്ക് കടത്തിവിടാൻ എർത്ത് സഹായിക്കുന്നു. ഇനി നമ്മുടെ ഹൈ ടെൻഷൻ ലൈനുകളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ അത് പൊട്ടി വീഴുവോ അല്ലെങ്കിൽ ഒരു ഇടിമിന്നലുണ്ടാകുമ്പോൾ അത് കൃത്യമായിട്ട് ആ ഒരു സിസ്റ്റം ട്രിപ്പായി പോകണമെന്നുണ്ടെങ്കിൽ അവിടെ എർത്തിങ് ആവശ്യമാണ്. ഇതുകൂടാതെ ഹൈ ഫ്രീക്വൻസി RF സർക്യൂട്ടുകൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളിൽ ഇതിലെല്ലാം നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള എർത്ത് ഉണ്ടെങ്കിൽ നമുക്ക് നോയ്സ് ഫ്രീ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ അവിടെ സാധ്യമാകത്തുള്ളൂ. ഇനി നമ്മളൊരു ഹൈബ്രിഡ് സിസ്റ്റം, അതായത് അനലോഗും ഡിജിറ്റലുള്ള സർക്യൂട്ട് ആണെങ്കിൽ രണ്ട് സെപ്പറേറ്റ് എർത്തായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഡിജിറ്റൽ എർത്തിൽ ഒരിക്കലും അനലോഗ് എർത്ത് കൊണ്ട് കണക്ട് ചെയ്യാറില്ല. കാരണം ഇതിലുണ്ടാകുന്ന ഷാർപ്പായിട്ടുള്ള പൾസുകൾ അവിടെ ഒരു സൗണ്ട് നോയ്സായിട്ട് കേൾക്കാം. അപ്പോൾ അതിന് ഗ്രൗണ്ട് ലൂപ്പിംഗ് അങ്ങനെയുള്ള പ്രതിഭാസങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ബ്ലൂടൂത്തിൻ്റെ ഒരു മൊഡ്യൂളൊക്കെ എടുക്കുമ്പോൾ അങ്ങനത്തെ സൗണ്ടുകളൊക്കെ കേൾക്കാറുണ്ട്. അത് ഈ പറയുന്ന ഗ്രൗണ്ടിങ്ങിൻ്റെ കൃത്യമായിട്ടുള്ള ബാലൻസിങ് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇനി നമ്മുടെ വീടുകളിലൊക്കെ എർത്തിങ് നമ്മൾ പ്രത്യേകിച്ച് വേനൽക്കാലത്തൊക്കെ കൃത്യമായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി ഇൻഡസ്ട്രിയൽ എർത്തിങ് ആണെങ്കിൽ അതിന് പ്രത്യേക രീതിയിലുള്ള കോമ്പൗണ്ട് മിക്സിംഗ് ഉള്ള പമ്പുകൾ, ചേമ്പറുകൾ, പൈപ്പിംഗ് സിസ്റ്റം എല്ലാം അതിൽ തന്നെ ഉണ്ട്. പിന്നെ ഇൻസ്പെക്ഷൻ ചെയ്യാനുള്ള ഉപകരണങ്ങളും എല്ലാം അതിൽ തന്നെ കാണും. അപ്പോൾ വീടിനെക്കാട്ടിലും ഒരു പടി സേഫ്റ്റി നോക്കേണ്ട സ്ഥലമാണ് ഇൻഡസ്ട്രി. ഇനി തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യമൊക്കെ നൊസ്റ്റാൾജിക് ആണെങ്കിലും കുട്ടികളെ ഈ പറയുന്ന പോലെ എർത്ത് പൈപ്പിൻ്റെ അടുത്ത് കളിക്കാൻ വിടാനോ അല്ലെങ്കിൽ അവിടെ പോയിട്ട് പരീക്ഷണങ്ങൾ കാണിക്കാനോ വിടരുത്. അപകടമാണ്. എപ്പോഴാണ് ഏത് ഡിവൈസ് എവിടെ നിന്നാണ് ലീക്കാവുന്നത് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അതുമാത്രമല്ല, നല്ലൊരു ഇടിവെട്ടുണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും ഭൂമിയുമായിട്ട് സമ്പർക്കമുള്ള ദണ്ടും എർത്ത് തന്നെയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ എർത്തിങ്ങിനെ സംബന്ധിച്ചിട്ടുള്ള പ്രാക്ടിക്കലായിട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തിനും പഠിക്കണം. ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.